ഹലോ, അപ്പോൾ നമ്മൾ റൂമിലെത്തി ഒന്ന് കുളിച്ച് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും റൂമിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇരുട്ടും, ഏകദേശം 3:30-4:30 ആകുമ്പോൾ ഇരുട്ടും. ഇതാണ് റൂമിൻ്റെ പുറത്തേക്കുള്ള വ്യൂ. ഇവിടുന്ന് നമുക്ക് ഈഫിൾ ടവറിൻ്റെ ചെറിയൊരു വ്യൂ ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, രാത്രി തിളങ്ങുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. അത്യാവശ്യം എന്താ പറയുക, ടൗണിൽ തന്നെയാണ്. എന്തായാലും നമുക്ക് പുറത്തേക്ക് പോയി നോക്കാം. ലെറ്റ്സ് ഗോ. യെസ്. അപ്പോൾ നമ്മൾ 6ാമത്തെ ഫ്ലോറിലാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. അത്യാവശ്യം എന്താ പറയുക, ഇവിടുത്തെ മെയിൻ ഒരു ഫാഷനാണിത്, ഈ ഇങ്ങനത്തെ സ്പൈറൽ സ്റ്റെപ്പുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. ഓ ഡാങ്. അപ്പോൾ നമ്മൾ 6 നില ഇറങ്ങണം. ഇനിയിപ്പോൾ ഒരു സിം എടുക്കാൻ പോകണം, അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ എന്തായാലും നമ്മൾ വെളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 15 യൂറോയ്ക്ക് ഏകദേശം 80 GB ഒക്കെ കിട്ടുന്നൊരു ഇൻ്റർനെറ്റ് ഉള്ളൊരു സിം കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇനിയിപ്പോൾ അവിടെ പോയി ചോദിച്ചു നോക്കണം. എല്ലായിടത്തും ക്രിസ്മസിൻ്റെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് തൊട്ടടുത്ത് ആർക്ക് ദ ട്രയംഫിൻ്റെ ബാക്ക് സൈഡ് വ്യൂ ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും സിം തപ്പാൻ പോവാം. നമ്മളൊരു സ്ട്രീറ്റിൽ കൂടെ നടക്കുകയാണ്. ഇങ്ങോട്ടേക്ക് അപ്പാർട്ട്മെന്റ് കണ്ടുപിടിക്കുന്നതിന്റെ മുന്നേ ഒരു സ്ട്രീറ്റിൽ ഇതൊക്കെ നമ്മൾ കുക്ക് ചെയ്യണം. വന്നിട്ടേ ഉള്ളൂ. ഓൾറെഡി കുക്ക് ചെയ്ത കുറച്ച് ഫിഷ് സാലഡുകളുണ്ട്. ഇവിടെ ടൊബാക്കോ ഷോപ്പിലാണ് സിം കിട്ടുമെന്ന് പറഞ്ഞാൽ. എന്തായാലും നമുക്ക് അവിടെ പോയി ചോദിച്ചു നോക്കാം, കിട്ടുമോ. സിം കിട്ടിയിട്ടുണ്ട്. ഏകദേശം 40 GB ഉണ്ട്. നമുക്ക് ഒരു മാസത്തേക്ക് യൂറോപ്പ് മുഴുവൻ യൂസ് ചെയ്യാം. നോർമൽ ഒരുപാട് ഷോപ്പ് ചോദിച്ചപ്പോൾ എല്ലാവരും അത്യാവശ്യം നല്ല റേറ്റാണ് പറയുന്നത്. നമ്മുടെ ഓണറാണ് പറഞ്ഞത് ഇവിടെ ലൈക്ക എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട്. അവിടെ 10-15 യൂറോസിൽ നമുക്ക് സിം കാർഡ് കിട്ടും, നെറ്റ് യൂസ് ചെയ്യാം എന്നൊക്കെ. അത് നമ്മൾ വരുന്ന വഴിക്ക് ലൈക്ക കാണാത്തതിനെ കൊണ്ട് 2-3 ഷോപ്പ് ചോദിച്ചപ്പോൾ 45 യൂറോ 40 യൂറോ ഒക്കെയാണ് പറഞ്ഞത്. പക്ഷേ നിങ്ങൾ ആരെങ്കിലും ഇവിടെ അപ്പാർട്ട്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ എന്തായാലും ലൈക്കയിൽ വന്ന് സിം എടുക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഇനിയിപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു സ്ഥലത്ത് ഫുഡ് അടിക്കാൻ പോകാനാണ് പ്ലാൻ. അപ്പോൾ അവിടെ പോയി ഫുഡ് അടിച്ച് തിരിച്ച് ഈ നമ്മുടെ ആർക്ക് ദ ട്രയംഫിൻ്റെ ആ ഭാഗത്തേക്ക് വന്ന് അവിടെ ആയിരിക്കും ഫുള്ള് തിരക്കും. ഈ എന്താ പറയുക, ഈ ഷനേൽ അങ്ങനത്തെ വലിയ വലിയ ബ്രാൻഡുകളുടെ ഷോപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇന്നധികം കറങ്ങാനുള്ളൊരു ഇതില്ല, കാരണം ഓൾറെഡി ബാഗും തൂക്കി കുറേ നടന്നു. അപ്പോൾ എന്തായാലും അതെ, അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മുടെ ആ സിമ്മ് തന്ന പുള്ളി പറഞ്ഞ് ഇവിടെ പുള്ളി 15 വർഷമായി. അപ്പോൾ എങ്ങനെ ഉണ്ടെന്നൊക്കെ ചോദിച്ചാൽ പുള്ളി പറഞ്ഞ് ഈ ഏരിയ ഒന്നും കുഴപ്പമില്ല, പക്ഷേ ചില ഏരിയയൊക്കെ കുറച്ച് പണിയാവും എന്നൊക്കെ പറഞ്ഞു. പണിയാണ്. ചില സ്ഥലത്ത് നിന്ന് ഈ മെട്രോ കയറുമ്പം ആൾക്കാർ നമ്മളെ പേഴ്സണൽ സ്റ്റഫ്സ് ഒക്കെ എടുത്തിട്ട് ഇറങ്ങി ഓടും. അങ്ങനത്തെ കുറച്ച് സീനുണ്ട്. ഇവിടെ സേഫാണ്. ഇവിടെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് കൂടുതൽ പോലീസുകാരും അങ്ങനെ എപ്പോഴും ഉണ്ട് എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്കാണ് നടക്കുന്നത്. ഇതിപ്പോൾ ഷോൺസ് എലീസ് ആ ഭാഗത്ത് അതുവഴിയിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ആ വ്യൂ ഒന്ന് കണ്ടിട്ട് അതുവഴി പോകാം. നടന്നു പോകുമ്പോൾ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ഷോറൂം കണ്ടു. നമ്മളങ്ങനെ ഷോൺസ് എലീസിൽ വീണ്ടും എത്തിയിരിക്കുകയാണ്. ഇവിടെ ഇവർ ഇതിനെ പാരീസ് ഗേറ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. കറക്റ്റ് എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ എല്ലാ സ്ഥലത്തും ഇഷ്ടംപോലെ കഫേകളാണ്, മുട്ടിന് കഫേകൾ. ഈ പാരീസ് ഗേറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് നിൽക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ ഒരു രക്ഷയും ഉണ്ടാവില്ല. ഇവിടെ ആകുമ്പോൾ ആരും ഇല്ലാതെ നമുക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാം. അത്ര ഫ്രീ ആയിരിക്കും ഈ ഭാഗം. ഇവിടെയും വഴിയോരക്കടകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇല്ലീഗലായിരിക്കാനാണ് ചാൻസ് കൂടുതൽ. പക്ഷെ ഇവിടെ കുറേ ഷോപ്സൊക്കെ ഉണ്ട്.
ഇവിടെ ഫുൾ ന്യൂ ഇയർ ക്രിസ്മസ് അലങ്കാരങ്ങളാണ്. റോഡ് മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ട്. ലൈക്ക് കണ്ണത്താ ദൂരത്തിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇവർ. ഹെർമീസിൻ്റെ ബിൽഡിംഗ് ആണിത്. എന്താണോ വില? നമുക്ക് അകത്ത് കയറി ചുമ്മാ വില നോക്കിയിട്ട് പോകാം. ഭയങ്കര വിലയുടെ തോന്നുന്നു. ഫോർ ഡിസ്പ്ലേ ഉള്ളി 69,000 യൂറോ. വെറും 69,000 യൂറോ. വന്നിട്ടുണ്ട്. നമ്മൾ സ്റ്റേക്ക് കഴിക്കാൻ വന്നതാണ്. ഒടുക്കത്തെ ക്യൂ ആണ് ഇവിടെ, ഒരു രക്ഷയില്ല. ഇവിടെ സ്റ്റേക്ക് കഴിക്കാൻ വേണ്ടി നിൽക്കുന്ന ക്യൂ ആണിത്. രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ടേബിൾ കിട്ടിയിട്ടുണ്ട്. അവിടെ ഇരിക്കാം, പക്ഷേ കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ കയറിയിട്ടുണ്ട്. നല്ല കണക്കായിരിക്കും, എന്താ അവസ്ഥയെന്ന് അറിഞ്ഞില്ല. വരുമ്പോൾ നോക്കാം. നമുക്ക് വെള്ളം കൊണ്ട് തന്നിട്ടുണ്ട്. വെള്ളം ഫ്രീ ആണെന്നാണ് തോന്നുന്നത്. ഒരു സലാഡ് കൊണ്ട് തന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബ്രെഡും അതിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. സലാഡ് കഴിച്ചു നോക്ക്. സലാഡ് അത്യാവശ്യം ഓക്കെ. സാധാ അപ്പം നമ്മുടെ സ്റ്റേക്കും ഫ്രൈസും വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റേക്ക് കഴിക്കുന്നത്. എന്തായാലും കഴിച്ചു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രൈസ് കഴിച്ചു നോക്കാം. അത്ര സ്പെഷ്യാലിറ്റി എന്താ നോക്കാം. നോർമൽ ഫ്രൈസ് പോലെയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും? അല്ല, ഫ്രൈസ് കൊള്ളാം. ഓക്കെ, ഞാനൊരു ഞാൻ മീഡിയം ആണ് പറഞ്ഞത്. കഴിച്ചു നോക്കാം. നൈസ്, നല്ല സ്റ്റേക്കാണ്. പക്ഷെ എനിക്ക് കഴിക്കുമെന്ന് വെച്ചാൽ ഞാൻ കഴിക്കില്ല. പക്ഷേ കൊള്ളാം, നല്ലതാണ്. ഇതെന്താ ഡിപ്പ് നിൽക്കാറുണ്ടോ? കൊള്ളാം. മീഡിയം. ഇത് വെൽ ഡൺ. ഞാൻ വെൽ ഡൺ. അവർ നമുക്ക് അടുത്ത റൗണ്ട് വീണ്ടും ഇട്ട് തന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഒരു സാധനം തരുന്നുണ്ട്. പക്ഷേ അത്ര വെർത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഭയങ്കര ക്യൂ ആണ് ഇവിടെ. ഇത്ര ക്യൂ വന്നിട്ട് ഇത് കഴിക്കേണ്ട ഒരാവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നാലും നല്ല ഫുഡാണ്. സ്റ്റീക്കൊക്കെ ട്രൈ ചെയ്യാം, പക്ഷേ ക്യൂ നിന്ന് ട്രൈ ചെയ്യാൻ മാത്രമൊന്നുമില്ല. അത് വേറെ ഏതെങ്കിലും കടയിൽ പോയി ഇരിക്കുന്നുണ്ട്. പക്ഷേ ഫുഡ് കൊള്ളാം. എപ്പോഴെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്ത് ടൂറിസ്റ്റുകളായിട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ കുഴപ്പമില്ല, അത് ഓക്കെയാണ്. ഇറ്റ്സ് വർത്ത്. അല്ലാതെ പക്ഷെ ഒരുപാടുണ്ട് വേറെ എക്സ്പ്ലോർ ചെയ്യാൻ. നിങ്ങൾ ഒരുപാട് ദിവസം ഇവിടെ നിൽക്കുന്നുണ്ട്, എക്സ്പ്ലോർ ചെയ്യാൻ ടൈം ഉണ്ടെങ്കിൽ വരാം. അല്ലാതെ ഇപ്പം നമ്മൾ ക്യൂ അടുത്ത സ്ട്രീറ്റ് വരെ പോയിട്ടുണ്ട്. ക്യൂ അറിയില്ല എത്ര റൗണ്ട്സ് വരെ കയറ്റുമെന്ന്. നമ്മൾ ഓർഡർ ചെയ്ത ഡെസേർട്ട് വന്നിട്ടുണ്ട്, ക്രീമേ ബ്രൂലെ. അത് കഴിച്ചു നോക്കും. ഇത് നല്ല സ്ഥലത്താന്ന് തോന്നുന്നു. അങ്ങനെ പൈസ അത്ര പോരാ. ഓക്കെ എന്തെങ്കിലും ഒന്ന് പറ. ഓക്കെ, കസ്റ്റാർഡ് കണ്ടൻസ് മിൽക്ക്
പോലെ. അത്രേ ഉള്ളൂ. മുകളിൽ കാരമൽ ഷുഗർ മെൽറ്റ് ചെയ്തത്. ഓക്കെ 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 അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഫുഡ് അടി കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ്. ഓക്കെ ബൈ. ഏകദേശം 71 യൂറോ ആണ് രണ്ടുപേർക്ക് വന്നത്. അത്യാവശ്യം റേറ്റ് ഉണ്ട്. നമ്മൾ ഇന്നത്തെ ദിവസം എൻഡ് ചെയ്യാണ്. ഏകദേശം എന്താ പറയുക, ഫുഡൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ തിരിച്ച് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. തണുപ്പൊക്കെ അധികം ആവുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ എന്തായാലും നാളെ കാണാം. ഇവിടെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് ഇരിക്കുകയാണ്. ന്യൂ ഇയറിൻ്റെ പ്രിപ്പറേഷനാണ് മൊത്തം. എന്തായാലും നാളെ കാണാം. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ലൈറ്റ് ഇട്ടിരിക്കുന്നത് കാണിച്ചു തരാം. ഇവിടെ ഫുള്ള് ഓരോ ബ്രാൻഡ് അവരുടെ ഇത് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ ന്യൂ ഇയറൊക്കെ എന്തോ വലിയ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ബട്ടർഫ്ലൈനെയൊക്കെ. ഒരു ലൈറ്റ് മാറ്റി മിന്നാമിന്നിങ്ങിൻ്റെ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. വലിയ രസമൊന്നുമില്ല കാണാൻ.